സംഗീതവും ഇതൊക്കെ ആയിട്ട് കൂടുതലും ആക്റ്റീവായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ ചെടികൾ കൂടുതൽ വളരുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് പച്ചക്കറി ചെടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു അത് ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ കുമ്പളങ്ങയുടെ പൂവും കൂടി ഇട്ടു. അമരപതിയ ദിവ്യനാമ അന്തോദഗോ രാമ 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 സീത അന്ന് വൈകുന്നേരത്തെ ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കോമ്പസിഷൻ ഒന്ന് സെറ്റ് ചെയ്ത് പാടി നോക്കുമ്പോഴാണ് രമേശ് ഏട്ടൻ എന്നെ പുറത്തേക്ക് വിളിച്ചത്. എന്താണെന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ഒരു പച്ചക്കറി കൃഷിത്തോട്ടം രമേശ് ഏട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്ത് ഒരു ചെറിയൊരു കൃഷിത്തോട്ടം, എല്ലാം വെജിറ്റബിൾസ് ആണ്. സമയമൊക്കെ കണ്ടെത്തി കുറച്ച് ചെടികളൊക്കെ നട്ടു. ആദ്യം ഒരു പരീക്ഷണമായിരുന്നു, പക്ഷെ അത് വിജയിച്ചു. നല്ല രീതിയിൽ തന്നെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുറേ പച്ചക്കറികൾ നട്ടു. കുറേ ഇതിനു മുമ്പ് കുറേ ഹാർവെസ്റ്റ് ചെയ്തു. കത്രിക്ക ഉണ്ട്, അച്ചിങ്ങ, കോവയ്ക്ക, തക്കാളി, അങ്ങനെ കുറേ സംഭവങ്ങൾ നട്ടിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ രമേശ് ഏട്ടനോട് തന്നെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ രമേശ് ഏട്ടാ, എങ്ങനെയാണിത് തുടങ്ങിയത്? എവിടം വരെ എത്തി സംഭവങ്ങളെന്നൊക്കെ പറയൂ. ഇപ്പോൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയതാ? ഇത് വലിയ കൃഷിത്തോട്ടം എന്ന് പറയാനൊന്നുമില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ വില്ലേജ് ഏരിയയിലുള്ള തൃക്കാരൂരാണ് താമസിച്ച് വളർന്നതൊക്കെ. അപ്പോൾ പറമ്പിൽ എപ്പോഴും പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തും. ചേട്ടനും ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാവരും കൂടി എപ്പോഴും അമരയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പിന്നെ ചേന, ചേമ്പ്, കാച്ചില്, പിന്നെ കപ്പങ്ങ, പിന്നെ പല രീതിയിലുള്ള വാഴ, ഇതൊക്കെ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പകാലത്തൊക്കെ. ഞങ്ങൾ പച്ചക്കറി വാങ്ങൽ തന്നെ വളരെ കുറച്ചായിരുന്നു. അപ്പോൾ മനസ്സിൽ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ ശീലിച്ച കാര്യങ്ങളൊക്കെ വെറുതെ റിട്ടയർ ചെയ്തപ്പം ഒന്ന് പരീക്ഷ വാങ്ങിയതാണ്. അപ്പോൾ ഈ ചെടികളൊക്കെ കൃഷിഭവനിൽ നിന്ന് പച്ചക്കറി ചെടികളൊക്കെ വിതരണം ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കുറച്ച് വാങ്ങിയതാണ്. അപ്പോൾ മെയിൻലി നമുക്കിപ്പോൾ ഇന്നിവിടെ നട്ടിരിക്കുന്നത് വഴുതനങ്ങ, വെണ്ടയ്ക്ക, പപ്പായ, പിന്നെ ടൊമാറ്റോ, പിന്നെ ഇങ്ങനെയുള്ള മുളകുണ്ടല്ലോ, കാന്താരിയുണ്ട്, അതല്ലാതെ ഇത്രയും സാധനങ്ങളൊക്കെയാണുള്ളത്. നമുക്ക് നോക്കാം. ഇതൊക്കെ ഉണ്ടോ ചെടി? ഇത് വഴുതനങ്ങയുടെ ഇതൊക്കെ പൂവിട്ട് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു ബാച്ച് ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. ഇത് മുളകാണ്. ഈ തൈയില് പൂവൊക്കെ ആയി വരുന്നുള്ളൂ. ഇതിലൊക്കെ മുളക് ഉണ്ടായി തുടങ്ങി. ഉണ്ടോ? ഇതിൽ കുറച്ച് മുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പറിക്കാൻ കഴിഞ്ഞ ദിവസം പറിച്ചോണ്ട് വന്നല്ലോ അപ്പുറത്തെ സൈഡ്. ഇത് വേറെയാണ്. തക്കാളി ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. തക്കാളി ഇങ്ങനെ ഉണ്ടായി തുടങ്ങി. ഉണ്ടായിട്ടൊരു മൂത്ത് വരുന്നേ ഉള്ളൂ. ഒരുപാടുണ്ടല്ലോ. ഒരുപാടൊന്നുമില്ല, എന്നാലും ഈ സ്ഥലത്ത് ഇത് കണ്ടോ, നാടൻ തക്കാളിയാണ് കേട്ടോ. വഴുതന താഴത്തുണ്ട്. കണ്ടോ, ഇതൊരു വെണ്ടയാണ്. വെണ്ടയിൽ നമ്മൾ 2-3 വെണ്ടൊക്കെ പറിച്ചു. വെണ്ടയ്ക്കായോ? അത് നമ്മൾ പറിച്ചു വെക്കും. പുഴു വരില്ല ഈ ഇതൊന്നും? അതിനൊരു തൈലും തന്നിട്ടുണ്ടാവും, വേപ്പെണ്ണയും. പിന്നെ അവിടുന്ന് തന്നെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് തന്നെ ഈ വളത്തിന്റെ പാക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കും 2 ആഴ്ച കൂടുമ്പോഴേ. ഇതും വഴുതനയാണ്. കണ്ടോ, ശരിക്കും ഒരു 2 മെഴുക്കുവരട്ടിക്കുള്ള സാധനമായിട്ടുണ്ടല്ലോ. പിന്നെ ഇത് തക്കാളിയാണ്. ഇപ്പൊ അത്ര വലിയ കൃഷിയൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മുടെ ആവശ്യത്തിന് പച്ചക്കറി ചെടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു, നമ്മൾ വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിന് സന്തോഷം, അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. എന്നാലും അത്രയ്ക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, ലാഭം തന്നെ. വലിയ രീതിയിലൊന്നും നമ്മൾ ചെയ്തിട്ടുമില്ല, നമ്മൾ അങ്ങനെയൊന്നും കണക്ക് കൂട്ടി നോക്കിയിട്ടില്ല. ഇത് മനസ്സിനൊരു സന്തോഷമല്ലേ, നമ്മൾ എന്തെങ്കിലും നട്ടു വളർത്തിയതില്
എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക, പറിക്കുക. അതെ, അത് മാത്രമല്ല ചെടികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡും ഫ്രഷ് ആവും. ആ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. എന്തായാലും രമേശ് ചേട്ടൻ റിട്ടയർ ആയതിനു ശേഷം കുറേ നല്ല പച്ചക്കറികൾ കഴിക്കാൻ പറ്റുന്നുണ്ട്. അധികം മരുന്നുകളും ഒന്നും ഇടാത്ത ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ. രാവിലെ എന്താ വാക്കിങ്ങിന് പോയി വന്നിട്ട് പുറത്തിറങ്ങും രമേശ് ചേട്ടൻ അല്ലേ? എന്നിട്ടൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് വരിക. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് വളമിടുക, വെള്ളം ഒഴിക്കുക, അതെല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇത്രയുമൊക്കെ ഇത് വളരുമെന്ന് ഞാൻ രമേശ് ചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയൊക്കെ അത് ഉണ്ടാവുമെന്ന്? ഡെയിലി ഇതിന്റെ ചുവട്ടിൽ പോയിട്ട് നമ്മൾ നോക്കണം, ഈ ഇലകളിൽ പുഴുക്കൾ വരുന്നുണ്ടോ, ഓ, പൂക്കള് കായ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് മരുന്ന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ജൈവമായിട്ടുള്ള ചില മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട്. ആ സമയത്തൊന്ന് പ്രയോഗിക്കണം. ഓ, അതെല്ലാം നമ്മള് ചെയ്യാറുണ്ടല്ലേ? നമ്മൾ ഇതിനെ നോക്കി വർത്താനം പറഞ്ഞു ഇതിന്റെ അടുത്തൊക്കെ. ഞാൻ ഇടയ്ക്ക് വന്നിങ്ങനെ നോക്കും. ഞാൻ പിന്നെ കംപ്ലീറ്റ് മ്യൂസിക്കിൻ്റെ ഓരോ കാര്യങ്ങളും വീഡിയോ എഡിറ്റിങ്ങും പിന്നെ നെക്സ്റ്റ് പഠിപ്പിക്കാനുള്ള പോർഷൻസിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. വേറൊരു കാര്യം രമേശ് ചേട്ടൻ ശ്രദ്ധിച്ചോ? എപ്പോഴും മ്യൂസിക്, അതായത് ഞാൻ ക്ലാസ് എടുക്കാനിരിക്കുന്ന ഭാഗത്തെ ചെടികൾ നന്നായിട്ട് വളരുന്നുണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ജീവനുള്ള എല്ലാം റിയാക്ട് ചെയ്യുന്നുണ്ട് മ്യൂസിക്കിന്. ഇല്ലേ? അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കൂടുതലും സംഗീതവും ഇതൊക്കെ ആയിട്ട് കൂടുതലും ആക്റ്റീവായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ ചെടികൾ കൂടുതലും വളരുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും ആ ഭാഗത്തെ ചെടികൾ ഇങ്ങനെ നന്നായിട്ട് വളരുന്നത്. ചെടികളും കുറേ ചെടികളും നട്ടിട്ടുണ്ട്. വെയില് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ പച്ചക്കറികളൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ നല്ല വെയില് വേണം. അതാണ്, അതുകൊണ്ടാണോ ഇത്രയും? ഈ ഭാഗത്ത് നന്നായിട്ട് വളരുന്നില്ല. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഷെയ്ഡാണ് വളർന്നു വരുന്നത്. അതേ, അച്ചിങ്ങ കണ്ടില്ലേ? നമ്മള് ഇപ്പൊ തന്നെ ഒരു 6-6 ഇതിനൊന്ന് പറിച്ചു. ചെറിയ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും കൂടെ ചേർത്തിട്ടേ സാധിക്കും. ഇതിലുണ്ടാക്കിയിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? അതാ. പിന്നെ ഇവിടെ തുളസി ചെടികളൊക്കെ ധാരാളം ഉണ്ട്. അധികം ചെടിയായിട്ട് ഇതൊന്നും വളർന്നിട്ടില്ലെങ്കിൽ ഇത് ചെറുതായിട്ട് ഇപ്പൊ നട്ടിട്ട് അധികം നാളായിട്ടില്ല ഈ പയറൊക്കെ. എന്നാലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ചെടികളുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് 1/2 കിലോ പയറൊക്കെ പറിക്കാൻ പറ്റും. കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ 3-4 പയറ് ഉണ്ടായിരുന്നതിനകത്ത് നമ്മളൊരു 5 കിലോഗ്രാം എങ്കിലും ഒരു 5 കിലോ എങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പല ദിവസങ്ങളും അത് കൂട്ടാൻ വെച്ച്. അതെ, അന്ന് കഴിഞ്ഞ തവണ കഴിച്ചത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം ഒന്നുകൂടെ വളർന്നു കഴിഞ്ഞിട്ട് അതെല്ലാം ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ. ഇനി ആ തക്കാളിയൊക്കെ എടുക്കണ്ടേ? തക്കാളിയൊക്കെ പറിക്കുന്ന വീഡിയോ എടുക്കാം. അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ സുദിനമെത്തി. നട്ടു വളർത്തിയ ചെറിയ പച്ചക്കറി കൃഷിത്തോട്ടത്തിലെ പച്ചക്കറികൾ ഞങ്ങൾ പറിക്കുകയാണ്. വഴുതനങ്ങ പറിച്ചു. അതിനുശേഷം ഓരോ ചെടികളിലെയും മൂത്ത് നിന്ന ഓരോ പച്ചക്കറികളിലേക്ക് കണ്ണോടിച്ച് ഓരോന്നായി പറിച്ചു തുടങ്ങി. ഒരു മെഴുക്കുവരട്ടിക്കുള്ള വഴുതനങ്ങ കിട്ടി. അതുപോലെ പഴുത്ത തക്കാളികളും പഴുക്കാത്തതും ആയിട്ടുള്ള തക്കാളികൾ ചെടിയിൽ കണ്ടു. കുമ്പളങ്ങയുടെ പൂവും പറിച്ചു. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ മത്തങ്ങയുടെ പൂവും കുമ്പളങ്ങയുടെ പൂവും എല്ലാം ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കാറുണ്ട്. കുമ്പളങ്ങയുടെ പൂവ് പറിച്ചു. ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് നമ്മുടെ പച്ചക്കറി കൃഷിത്തോട്ടത്തിലെ പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ചാവാം എന്ന് കരുതി. അങ്ങനെ പച്ചമുളകും പറിച്ചു. അധികം പഴുക്കാത്തതും തീരെ പഴുക്കാത്തതുമായ തക്കാളികളും പറിച്ചു. എന്തിനാണ് നല്ലത്? പഴുക്കാത്ത തക്കാളി ഉപയോഗിച്ച് ഞാൻ സ്പെഷ്യലായി ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട്. സംഗീതത്തിൽ പരീക്ഷണം ചെയ്യുന്ന പോലെ തന്നെ പാചകത്തിലും ഞാൻ ചില
പരീക്ഷണങ്ങളെല്ലാം നടത്താറുണ്ട്. വെണ്ടയ്ക്ക ഒരു 4-5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന അച്ചിങ്ങയും കൂടി നമുക്ക് പറിക്കണം. അങ്ങോട്ടേക്ക് പോവാം. നല്ല മൂത്ത അച്ചിങ്ങ നോക്കി കുറെ എണ്ണം പറിച്ചു. വീട്ടിൽ വളർത്തുന്നതായതുകൊണ്ട് തന്നെ നല്ല നീളമുള്ള അച്ചിങ്ങയാണ്. ഒരു മെഴുക്ക് വരട്ടിക്കുള്ള വഴുതനങ്ങയായി, കുറച്ച് അച്ചിങ്ങയും വെണ്ടയ്ക്കയും കിട്ടി. അധികം പഴുക്കാത്ത കുറച്ച് തക്കാളി, പച്ചമുളക്, കുമ്പളങ്ങയുടെ പൂവ്, ഇത്രയും പച്ചക്കറികളാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം ഈ പച്ചക്കറികളെല്ലാം കഴുകി എല്ലാം ഭംഗിയായി അരിഞ്ഞ് ഓരോ പ്ലേറ്റിലേക്ക് മാറ്റി. അച്ചിങ്ങയും വെണ്ടയ്ക്കയും കുമ്പളങ്ങയുടെ പൂവും ഒരു പ്ലേറ്റിൽ മുറിച്ചു വെച്ചു. വഴുതനങ്ങ മറ്റൊരു പ്ലേറ്റിലേക്ക് മുറിച്ചു വെച്ചു. തക്കാളിയും പച്ചമുളകും മറ്റൊരു പ്ലേറ്റിലേക്കും. ആദ്യത്തെ ചീനിച്ചട്ടിയിൽ കടുക് വറുത്ത് വഴുതനങ്ങ ഇട്ടു. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പുമിട്ട് ഇളക്കി അടച്ചു വെച്ചു. ഞങ്ങളുടെ കൊങ്കണി ഭാഷയിൽ കത്രിക്ക അല്ലെങ്കിൽ വഴുതനങ്ങയെ വൈങ്ങൺ, അതായത് ഹിന്ദിയിൽ ബാങ്കൺ എന്ന് പറയുന്ന പോലെ വൈങ്ങൺ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെഴുക്ക് വരട്ടി ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കും. ഇതിനെ വൈങ്ങണ പോടോ എന്ന് പറയും. സാധാരണ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി അവസാനം അത് വെന്ത് കഴിഞ്ഞ് വാങ്ങി വെക്കുന്നതിന് മുമ്പ് അതിൽ ദോശപ്പൊടി അല്ലെങ്കിൽ സാമ്പാർ പൊടി കുറച്ചിട്ടാൽ നന്നായിരിക്കും. അങ്ങനെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. അവസാനം വാങ്ങി വെക്കുന്നതിന് മുമ്പ് കുറച്ച് ദോശപ്പൊടി അതിലേക്ക് വിതറി ഇളക്കി അടച്ചു വെച്ചു. അടുത്ത ചീനിച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് അതിൽ അച്ചിങ്ങ ഇട്ടു. അതോടൊപ്പം തന്നെ വെണ്ടയ്ക്കയും ഇട്ടു. ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പുമിട്ട് അടച്ചു വെച്ചു. അത് ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ കുമ്പളങ്ങയുടെ പൂവും കൂടി ഇട്ടു. നന്നായി ഇളക്കി അടച്ചു വെച്ചു. അടുത്ത ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ തക്കാളി ഇട്ടു. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, പച്ചമുളക് എന്നിവ ഇട്ടിട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ചു. നന്നായി വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു. നന്നായി ഇളക്കി തിളച്ചു കഴിഞ്ഞപ്പോൾ വാങ്ങിവെച്ചു. ആദ്യം പ്ലേറ്റിൽ ചോറ് വിളമ്പി. അതിനുശേഷം വഴുതനങ്ങ മെഴുക്ക് വരട്ടി. അത് കഴിഞ്ഞ് സ്പെഷ്യലായി ഞാൻ ഉണ്ടാക്കിയ അച്ചിങ്ങ, വെണ്ടയ്ക്ക, കുമ്പളങ്ങ പൂവ്, ഇത് മൂന്നും കൂടി ഇട്ട തോരൻ വിളമ്പി. അതിനുശേഷം എൻ്റെ സ്പെഷ്യൽ തക്കാളിക്കറിയും കൂടെ വിളമ്പി. പുതിയ പരീക്ഷണങ്ങൾ നടത്തി ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന പോലെ തന്നെ ഇന്നത്തെ കറികളിലും ഞാൻ ചില പരീക്ഷണങ്ങൾ നടത്തിയതാണ്. ഇനി അതെങ്ങനെയുണ്ടെന്ന് രമേശ് ഏട്ടൻ്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ചിരിയിലെല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമായി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്താമല്ലേ? കാത്തിരിക്കുക.